ഇന്നലെ വരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിൽ കത്തിനിന്നത് ക്ഷേമ പെൻഷൻ വിവാദവും മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ തുടങ്ങിയ മൂപ്പിളമ വിവാദങ്ങളുമായിരുന്നു. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് അംഗം കൊഴുപ്പിച്ചത് വലിയ പെരുന്നാൾ അവധി വിവാദമാണ്. പെരുന്നാൾ അവധിയെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പവും അതിന്മേൽ വർഗീയ മുതലെടുപ്പിന് നടന്ന ശ്രമങ്ങളും ഇന്ന് നിലമ്പൂരിൽ നിന്ന് വാർത്തയായി. പ്രചാരണത്തിൽ UDF-ഉം BJP-യും വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഇടത് സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ ആരോപണം. അവധി വിവാദം കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് UDF-ന്റെ ആരോപണം. എന്താണ് പെരുന്നാൾ അവധി വിവാദം? എന്താണ് അതിന് പിന്നിലെ രാഷ്ട്രീയം? കണ്ടുവരാം. RDX റാപ്പ് 59 സെക്കൻഡ്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി മാത്രം അവധി പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബക്രീദ് ജൂൺ 6-നാകുമെന്ന കണക്കുകൂട്ടലിൽ വെള്ളിയാഴ്ച ദിവസമായ ഇന്നാണ് നേരത്തെ അവധി തീരുമാനിച്ചിരുന്നത്. എന്നാൽ പെരുന്നാൾ നാളെയായ സാഹചര്യത്തിലാണ് 2 ദിവസം അവധി വേണമെന്ന ആവശ്യമുയർന്നത്. ദിവസങ്ങൾക്ക് മുൻപേ ഇതറിയാമായിരുന്നിട്ടും അവസാന ദിവസം വരെ അവധി പ്രഖ്യാപിക്കാൻ സർക്കാർ കാത്തിരുന്നത് തെറ്റായിപ്പോയി എന്നാണ് വിമർശനം. എന്നാൽ എല്ലാം വർഗീയമാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനും ചില വിഭാഗങ്ങളോട് പ്രതികാരം ചെയ്യാനുമാണ് അവധിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത് എന്നതടക്കം വർഗീയ ചുവയുള്ള വിമർശനങ്ങൾ ഉയർത്തി ചില കേന്ദ്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം അഴിച്ചുവിട്ടു. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റു വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. അവധി വിവാദത്തിന്റെ തുടക്കം എന്താണെന്ന് നമുക്കറിയാം. ദുൽഹജ്ജ് 30 പൂർത്തിയാക്കിയാണ് ഇത്തവണത്തെ ബലിപെരുന്നാൾ ആഘോഷം എന്ന് നമുക്കറിയാവുന്നതാണ്. വെള്ളിയാഴ്ചയാകും ബക്രീദ് എന്ന കണക്കുകൂട്ടലിൽ കലണ്ടറിൽ ഇന്നാണ് അവധി രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പെരുന്നാൾ നാളെ എന്നറിഞ്ഞതോടെ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസും ലീഗും മുസ്ലിം സംഘടനകളും വിമർശനം ഉയർത്തി എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രീണനമോ പ്രതികാരമോ ആണോ മാറ്റത്തിന് പിന്നിലെന്ന് PMA സലാം ലീഗ് നേതാവ് ചോദിച്ചു. അവധി പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് ഒരു വിമുഖതയുമില്ല എന്ന് മന്ത്രി B. ശിവൻകുട്ടി പറഞ്ഞു. വിവാദം ഉയർന്നതോടെ സർക്കാർ ഇന്നും നാളെയും അവധിയെന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2 ദിവസം സർക്കാർ അവധി പ്രഖ്യാപിച്ചു. പൊതു അവധി ഇല്ല. പൊതു അവധി പ്രഖ്യാപിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രണം ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അവധി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ്. അവസാന നിമിഷം അവധി പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ബക്രീദ് നാളെ എന്ന് ഒരാഴ്ച മുമ്പേ അറിയാമായിരുന്നിട്ടും അവധി പ്രഖ്യാപിച്ചില്ല എന്നാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ആരോപിച്ചു. UDF-ഉം BJP-യും വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നുവെന്ന് അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി M. സ്വരാജും പറഞ്ഞു. അവധി വിവാദം വർഗീയമായി കത്തിച്ചുയർത്താൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിശ്ചയമായിട്ടും ഇപ്പോൾ ശ്രമം നടക്കുന്നുണ്ട്. കാറ്റിനും ഇടിമിന്നലിനും മഴയ്ക്കും സർക്കാർ ആവശ്യം പോലെ അവധി കൊടുക്കുന്നു എന്ന് ചില സൈബർ ഇത്തരം പോരാളികൾ പറയുന്നു. ഓണത്തിനും ക്രിസ്മസിനും 10 ദിവസം വീതം അവധിയും സർക്കാർ നൽകുന്നു എന്ന് അവർ വർഗീയമായി കാര്യങ്ങളെ പറയുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ ആഘോഷത്തിന് അവധി നിഷേധിക്കുന്നു എന്നുമാണ് അവർ ആ വിഭാഗം നടന്ന പ്രചാരണം. അതിൻ്റെ വസ്തുത ഇതാണ്. കേരളത്തിൽ സ്കൂൾ അധ്യയന വർഷം 3 ടേമുകളായി വിഭജിച്ചിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഓണം മതേതരമായി ആഘോഷിക്കുന്ന സാംസ്കാരിക ദേശീയ ഉത്സവമാണ്. എത്രയോ നമുക്കറിയാമത്. സ്കൂൾ വർഷത്തിലെ ഫസ്റ്റ് ടേമിനോടടുപ്പിച്ചാണ് ഓണക്കാലം വരുന്നത്. ആദ്യ ടേമിൻ്റെ അവസാനം ഓണാവധിയാണ്. ഓണാവധി സാംസ്കാരിക ടൂറിസം പ്രാധാന്യത്തോടെയുള്ള ടെർമിനൽ അവധിക്കാലമാണ് നമ്മുടെ നാട്ടിൽ. ക്രിസ്മസ് കാലത്തെ 10 ദിവസം മതപരമായ അവധിയല്ല എന്ന് നമുക്കറിയാം. അതും ടെർമിനൽ അവധിയാണ്. ക്രിസ്മസ് ദിനം അക്കാദമിക് ടേം അടിസ്ഥാനമാക്കിയുള്ള 2ാം ടേം ആണ്. ക്രിസ്മസ് ദിനവും സമീപ ദിനങ്ങളും ചേർത്ത് 10 ദിവസം അവധി നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ക്രിസ്മസ് ദിനം ഈ അവധിയിൽ പെടുന്നതിനാൽ ക്രിസ്മസ് അവധി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇത്തരം വളരെ ബേസിക്കായുള്ള കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു എന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എത്രയോ കാലമായിട്ട് കേരളത്തിന് അറിയാവുന്ന നമ്മളെല്ലാവരും എത്രയോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം സ്കൂൾ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് കയറി വന്നത്. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിശ്ചിതമായിട്ടും അങ്ങേയറ്റം വർഗീയമായിട്ടും പ്രചാരണം നടത്തുകയാണ് അവധി വെച്ചിട്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് എന്തോ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി എന്നത് ഇതിനൊരു കാരണമായിട്ടുണ്ടല്ലേ? തീർച്ചയായും. അല്ല, ഒരു ആദ്യഘട്ടത്തിൽ അതായത് ഈ ആശയക്കുഴപ്പത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ സ്വാഭാവികമായും ഇപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അത് എപ്പോഴും പെരുന്നാൾ നടത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനം അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലാണ് എത്തിച്ചേരുക. അപ്പോൾ സ്വാഭാവികമായും എല്ലാ ഘട്ടത്തിലും പെരുന്നാളുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ കാലത്തും മുസ്ലിം സംഘടനകളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ കാര്യത്തിലൊരു
വ്യക്തത വേണം. 1-2 ദിവസം ഈ ഒറ്റ ദിവസത്തെ അവധി എന്നുള്ളതിന് പകരം 1-2 ദിവസമാക്കിയാൽ തെറ്റില്ല. കാരണം അവർ വളരെ വിശ്വാസനിഷ്ഠയോടെ ആചരിക്കുന്ന പരിപാടി തന്നെയാണിതും. അപ്പോൾ ഒരു സമയമാണിത്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ അവധി ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് എത്രയോ കാലം മുമ്പുള്ള ആവശ്യമാണ്. പക്ഷേ ഒരു സർക്കാരും ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അതായത് ഇപ്പോഴത്തെ സർക്കാർ എന്നല്ല, ഒരു സർക്കാരിനും ഈ കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തതയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്ന മട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരുന്നത് ശരിയായില്ല എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് കേട്ടോ. കാരണം അത് തെരഞ്ഞെടുപ്പ് വേദിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. അതിങ്ങനെ ഇതിൻ്റെ ഒരു സ്വാഭാവികത ഇങ്ങനെ തന്നെയാണ്. അത് ആ നിലയ്ക്ക് തന്നെ വേണം കാണാൻ. ഇതിൽ ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ തന്നെ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന ചില സംഘടനകളുടെ കക്ഷികളുണ്ട്. അതായത് ഇപ്പോൾ ഈ പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDP-യുടെയും ഒക്കെ നേതാക്കന്മാരായിട്ടൊക്കെയുള്ള നിലനിൽക്കുന്ന ആളുകളും അങ്ങനെയുള്ള ചില അവാന്തര സംഘടനകളുടെ നേതാക്കന്മാരും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനായിട്ട് കത്തിക്കുന്നത്. അവരിത് നേരെ അവതരിപ്പിക്കുന്നത് ക്രിസ്മസിന് ക്രിസ്മസ് അവധി, ഓണം ഹിന്ദുക്കളുടെ ആഘോഷം, ഓണത്തിന് ഓണാവധി, അപ്പോൾ അതിന് പകരം ഇവിടെ മറ്റൊരവധി ഇല്ല എന്ന മട്ടിൽ ഇത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സനീഷ് പറഞ്ഞതുപോലെ ഇത് എന്തിനാണ് ഈ ബേസിക്കായ കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ബേസിക്കായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതങ്ങനെ അനാവശ്യമായ ഒരു പ്രചാരണം അവിടെ നടത്തുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ ഓണത്തിൻ്റെ കാര്യത്തിലൊക്കെയുള്ള ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഇതങ്ങനെ ഒരു ആഘോഷമല്ല, ഇത് ഹിന്ദുക്കളുടെ ആഘോഷമല്ല എന്നാണ് ഇവിടെ RSS സംഘപരിവാറും പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് വാമന ജയന്തി, അത് വേറെ സംഗതിയാണിത്. അതായത് ഇത് മഹാബലിയെ വെച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നത് ഹിന്ദുക്കളുടെ ആഘോഷമല്ല എന്നാണ് പറയുന്നത്. ആ കാര്യത്തിൽ അവിടെ തീരുമാനമായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വിഷയത്തെ ഒക്കെ ഈ മട്ടിലെടുത്ത് അവതരിപ്പിച്ച് കൈകാര്യം ചെയ്യുന്നത് വർഗീയമായി മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ കൂടുതൽ ഈ ആരോപിക്കപ്പെടുന്ന വിവിധ വർഗീയ സംഘടനകൾക്ക് പരസ്പരം ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത ഇങ്ങനെ മൂപ്പിച്ചു കൊടുക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇനി തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ, ഇന്നലെ സനീഷ് ഗംഭീരമായി എനിക്ക് തോന്നിയത് ഈ പെൻഷൻ ചർച്ചയാവുന്നു. നമുക്കത് കണ്ടു നിൽക്കാനും ഒരു കൗതുകമുണ്ട്, ഒരു രസമുണ്ട്. കാരണം രണ്ട് മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പെൻഷൻ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് വേദിയിൽ സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നം വരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ ഇന്നലെ സ്വാഭാവികമായി നമ്മളൊക്കെ ഇപ്പോൾ കരുതിയിരിക്കുന്നത് ഇടതു മുന്നണിക്ക് ഈ വിഷയം അവതരിപ്പിച്ചാൽ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് തന്നെയാണല്ലോ. കാരണം പെൻഷൻ വരുമ്പോൾ പെൻഷൻ ഇങ്ങനെ 1600 കൂട്ടിക്കൊടുത്തത് LDF ആണ്. അത് കൃത്യമായി കൊടുത്തു തുടങ്ങിയത് LDFൻ്റെ കാലത്താണ്. പിന്നീട് ഈ അടുത്ത കാലത്ത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൊണ്ടൊക്കെയാണ് ഈ കുടിശ്ശിക, സാമ്പത്തികമായ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കുടിശ്ശിക ഉണ്ടാകുന്നതെന്നൊക്കെ ഉള്ളത് കൃത്യമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു എന്ന് തോന്നുന്നിടത്താണ് ഇപ്പുറത്ത് PC വിഷ്ണുനാഥിൻ്റെ ഒരു വാർത്താസമ്മേളനം. ഗംഭീരമായ വാർത്താസമ്മേളനമായിരുന്നു. ഇതിനെല്ലാം ഖണ്ഡിക്കാനുള്ള വക ഇപ്പുറത്തുണ്ടെങ്കിൽ കൂടി നമ്മളത് കേട്ടിരിക്കുമ്പോൾ ചേട്ടാ ഇത് കൊള്ളാമല്ലോ, ഇത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ ആ രാഷ്ട്രീയം അവതരിപ്പിക്കുക, ഈ രീതിയിലൊക്കെ അത് മുമ്പോട്ട് പോയി. പക്ഷേ ഇന്നായപ്പോൾ അതിൻ്റെ വിധം മാറി. ഇന്ന് വേറെ അടുത്തൊരു വിഷയം കിട്ടി. നേരെ എന്താണ് ഈ അവധിയെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ അവതരിപ്പിക്കുന്നത് കൃത്യമായതൊരു വർഗീയ മുതലെടുപ്പിൻ്റെ വിവിധങ്ങളായ ലക്ഷ്യം. അവിടെ അതിനകത്ത് ഈ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞതാണ് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ഇതിൽ വിഷമുണ്ട്, ഒരു വിഷമാണ് എടുത്തു വെച്ച് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. പലരും അതിനുള്ള ശ്രമം നടത്തുന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിപ്പോൾ ഈ വല്ലഭന് പുല്ലു ആയുധം പറഞ്ഞ പോലെ വർഗീയവാദികൾക്ക് എന്തും ആയുധമാണ്. അവർക്ക് എന്ത് കിട്ടിയാലും അവധി കൊടുത്താൽ അത് വർഗീയമായിട്ട് ഉപയോഗിക്കും, അവധി ഇല്ലെങ്കിൽ ഉപയോഗിക്കും. എന്തും വർഗീയവാദികൾക്ക് ഏത് വിഷയവും, അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് വിഷയവും ഉപയോഗിക്കും. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉത്തരവാദപ്പെട്ട നേതാക്കൾ യഥാർത്ഥത്തിൽ ഇതിനെ തടയേണ്ടതാണ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ വർഗീയമായിട്ട്, ഈ മതപരമായിട്ട്, സാമുദായികമായിട്ട് ഒരു വ്യത്യസ്തതയുള്ള സ്ഥലമാണ് നിലമ്പൂർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്ത മലപ്പുറം വിഷയമൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായങ്ങളല്ലാത്ത ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷമുള്ളൊരു ജില്ലയും മണ്ഡലവുമാണ് മലപ്പുറവും നിലമ്പൂരും എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെയുള്ള ആളുകൾ മുഴുവൻ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളല്ല. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ളൊരു കൂട്ടമാണ്. പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് ഓണത്തിനും ക്രിസ്മസിനും 10 ദിവസം ഉണ്ടല്ലോ, ഇതിനെന്താ 10 ദിവസം തരാത്തതെന്ന് പറയുന്നവർ മണ്ടത്തരം വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഇളക്കി വിടാൻ വേണ്ടി പറയുന്നത്. അപ്പം അത് തെരഞ്ഞെടുപ്പ് വേദിയിൽ വരാതിരിക്കാൻ ഈ നേതാക്കൾ വളരെ ജാഗ്രതയോടെ നിൽക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം കൂടിയുണ്ട് സനീഷ്, കഴിഞ്ഞ ഈ അവധി ഇങ്ങനെ ഈ വിശ്വാസ സംബന്ധിയായ വിഷയങ്ങൾക്കെല്ലാം അത്തരം ആഘോഷങ്ങൾക്ക് അവധി കൊടുക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇപ്പോൾ വിഷുവിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഇത്തവണ അവധി കൊടുത്തില്ല കേന്ദ്ര സർക്കാർ.
മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഇത് പല താല്പര്യങ്ങളാണ് ഇതിൽ പ്രതിഫലിക്കുക. ഇപ്പോൾ ശനിയാഴ്ച അവധി വന്നു കഴിഞ്ഞാൽ ആ അവധി പ്രഖ്യാപിക്കാനും അത് അവിടെ നടപ്പാക്കാനും ഒക്കെ വലിയ താല്പര്യം ഈ അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക് പൊതുവേ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ്. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് ഈ മട്ടിലൊന്നുമല്ല പോവുക. അവിടെ മറ്റു ചില ആലോചനകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, താല്പര്യങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ പ്രതിഫലിക്കുക. അവർ അവധി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതല്ല. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, വികസനവും രാഷ്ട്രീയവും ചർച്ചയാകും. പക്ഷേ മതത്തിലും അതിൻ്റെ വേഗത്തിൽ അലോസരപ്പെടുത്താവുന്ന അതിലോല പരിസരങ്ങളിലും ഊന്നി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത് അപകടകരമാണ്. ബലിപെരുന്നാളിന് വെള്ളിയാഴ്ച കൂടി അവധി വേണമെന്ന് UDF ആവശ്യപ്പെട്ടതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിന് പിന്നാലെ നിരവധി പ്രത്യേക താല്പര്യക്കാർ രംഗപ്രവേശം ചെയ്തു. ഇപ്പോൾ നിലമ്പൂരിൽ കാണുന്നത് മതവും രാഷ്ട്രീയവും അപകടകരമായി ഇഴചേരുന്ന വിഷ കോക്ടെയിലാണ്. ആ വിഷക്കൂട്ടിൻ്റെ അപകടം ഏറെ കണ്ടതാണ് നമ്മുടെ രാജ്യം. 10 ദിവസം ഓണത്തിനും ക്രിസ്മസിനും അവധി, ഇസ്ലാം ആഘോഷങ്ങൾക്ക് അവധിയില്ല എന്ന മട്ടിലൊക്കെ പ്രചാരണം നടക്കുന്നത് അപകടമാകുന്നത് എന്തുകൊണ്ടെന്ന് നമ്മൾ വിശദമായി കണ്ടു. മനുഷ്യൻ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയാതിരിക്കാൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കട്ടെ. നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിൽ പെൻഷൻ, മലപ്പുറം ഇപ്പോൾ പെരുന്നാൾ അവധി, ഇതിനപ്പുറമൊത്തേക്ക് ചർച്ച നടക്കുന്നില്ല എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കേണ്ട വിഷയമാണ്. വികസന വിഷയങ്ങളും വന്യജീവി ആക്രമണം പോലുള്ള മനുഷ്യനെ തൊടുന്ന കാര്യങ്ങളും ചർച്ചയാകണം. വരും ദിവസങ്ങളിൽ ആ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത വിഷയത്തിലേക്ക്